ചെസ്സിൽ കരുക്കൾ നീക്കുന്നതിനേക്കാൾ ഉപരിയായി രണ്ട് വ്യക്തികളുടെ മനസ്സ് തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ഇതിനെയാണ് ചെസ് സൈക്കോളജി എന്നു വിളിക്കുന്നത്. ലോക ചാമ്പ്യന്മാരായ ബോബി ഫിഷറും മാഗ്നസ് കാൾസണുമെല്ലാം തങ്ങളുടെ എതിരാളികളെ മാനസികമായി തളർത്തുന്നതിൽ വിദഗ്ധരായിരുന്നു. ചെസ് സൈക്കോളജിയിലെ പ്രധാന വശങ്ങൾ: പ്രൊഫൈലിംഗ്, എതിരാളിയുടെ കളിക്കുന്ന രീതിയും അവരുടെ സ്വഭാവവും മനസ്സിലാക്കുക എന്നതാണ് ആദ്യഘട്ടം. അഗ്രസീവ് പ്ലെയേഴ്സ്, ഇവർ എപ്പോഴും ആക്രമിച്ചു കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവരെ പ്രതിരോധത്തിലാക്കുന്നതിനേക്കാൾ കളി ഒരു എൻഡ് ഗെയിം ഘട്ടത്തിലേക്ക് നീട്ടിക്കൊണ്ടുപോയി പതുക്കെ തളർത്തുന്നത് ഫലപ്രദമാകും. പാസീവ് പ്ലെയേഴ്സ്, ഇവർ സുരക്ഷിതമായി കളിക്കാൻ നോക്കുന്നവരാണ്. ഇവർക്കെതിരെ പെട്ടെന്നുള്ള നീക്കങ്ങളിലൂടെ സമ്മർദ്ദം ചെലുത്തുന്നത് അവരെ തെറ്റുകൾ വരുത്താൻ പ്രേരിപ്പിക്കും. ടൈം പ്രഷർ, ക്ലോക്കിലെ സമയം കുറയുമ്പോൾ കളിക്കാരന്റെ പരിഭ്രാന്തി വർദ്ധിക്കുന്നു. മനഃപൂർവ്വം വളരെ വേഗത്തിൽ നീക്കങ്ങൾ നടത്തി എതിരാളിയെ വേഗത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവരെ അബദ്ധങ്ങളിലേക്ക് നയിക്കാം. സമയം കുറവുള്ളപ്പോൾ ഒരാൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് അവരുടെ മാനസിക ദൃഢയെ സൂചിപ്പിക്കുന്നു. ബോഡി ലാംഗ്വേജ്, കളിക്കളത്തിലെ ശരീരഭാഷ എതിരാളിക്ക് പല സൂചനകളും നൽകും. ഒരു നീക്കം നടത്തിയ ശേഷം ബോർഡിൽ നോക്കാതെ ശാന്തനായി ഇരിക്കുന്നത് എതിരാളിയിൽ അയാൾക്ക് എന്തോ വലിയ പ്ലാനുണ്ട് എന്ന ഭയം ജനിപ്പിക്കും. നിങ്ങളുടെ ഒരു കരു നഷ്ടപ്പെടാൻ പോകുകയാണെങ്കിലും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഇരിക്കുന്നത് അത് നിങ്ങൾ മനഃപൂർവ്വം നൽകിയ ഒരു കെണിയാണോ എന്ന് എതിരാളിയെ ചിന്തിപ്പിക്കും. ബ്ലണ്ടർ സൈക്കോളജി, ഒരു വലിയ അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ മിക്ക കളിക്കാരും മാനസികമായി തളരും. മികച്ച കളിക്കാർ ആ അബദ്ധത്തിൽ തളരാതെ കളി തുടരും. നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു എന്ന് എതിരാളിക്ക് മനസ്സിലാകാത്ത വിധം ആത്മവിശ്വാസത്തോടെ അടുത്ത നീക്കം നടത്തുക. വീഡിയോ എഡിറ്റിംഗിൽ ഒരു സീനിന്റെ പേസിംഗ് എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പോലെയാണ് ചെസ്സിലെ നീക്കങ്ങൾ. കാണുന്നവന്റെ എതിരാളിയുടെ മനസ്സിനെ ഒരു പ്രത്യേക രീതിയിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ഇതിലും അടങ്ങിയിട്ടുണ്ട്. ബാഡ്മിന്റണിലോ ക്രിക്കറ്റിലോ ഉള്ളതുപോലെ തന്നെ ചെസ്സിലും ഫോക്കസ് വളരെ പ്രധാനമാണ്. ഒരു സെക്കൻഡ് പോലും ശ്രദ്ധ മാറാതിരിക്കാൻ ധ്യാനം, മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ തുടങ്ങിയ രീതികൾ ചെസ് താരങ്ങൾ ഉപയോഗിക്കാറുണ്ട്.